നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ? അയാൾ എത്ര സ്ട്രെയിഞ്ച് ആയിട്ടാണ് അതിന്റെ മുകളിൽ കയറാൻ ട്രൈ ചെയ്യുന്നത്. അയാൾ ഒരുപാട് തവണ ട്രൈ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അയാൾ എന്താ പറയാ, ക്വിറ്റ് ചെയ്യണം, ഇനി വേണ്ട, ഞാൻ ഇനി കയറുന്നില്ല, ഇനി ആരെങ്കിലും സഹായത്തിൽ എന്നെ പിടിച്ച് മുകളിൽ കയറ്റട്ടെ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു മൊമെന്റ് എത്തിയിട്ടുണ്ട്. പക്ഷെ അയാൾ അതിന് പകരം ചെയ്തൊരു കാര്യമുണ്ട്. അയാൾ അതേ കാര്യത്തിന് വേറൊരു ആംഗിളിൽ ട്രൈ ചെയ്ത സമയത്ത് അയാൾക്ക് റിസൾട്ട് എത്താൻ വേണ്ടി പറ്റി, അതിന്റെ മുകളിൽ എത്താൻ വേണ്ടി പറ്റി. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ടാവും, മേ ബി അതിനൊരു ഫെയിലിയർ ആകുന്നുണ്ടാവും, വീണ്ടും വീണ്ടും നിങ്ങൾ തോൽക്കുന്നുണ്ടാവും, നിങ്ങൾ അത് ഫെയിലിയർ 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 എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ എത്തുന്നുണ്ടാവും. പക്ഷേ ഒരേ ആംഗിളിൽ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഒരുപാട് തവണ ഫെയിലിയർ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആംഗിൾ ഒന്ന് മാറ്റി പിടിച്ചാൽ മാത്രം മതി. അപ്പൊ തീർച്ചയായും അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാക്കിയിട്ടുണ്ടാക്കിൽ ഒരു സംശയമില്ല. ഫെയിലിയർ ഒരു സ്റ്റെപ്പ് തന്നെ കണ്ടാൽ മതി, അല്ലാതെ നിങ്ങൾ അതൊരിക്കലും ഇതൊരു എൻഡ് ആണെന്നുള്ളൊരു കൺസെപ്റ്റിൽ ചിന്തിക്കുമ്പോഴാണ് ആ ഫെയിലിയറിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും റിസൾട്ട് നിങ്ങളെ തേടി എത്തും. ഒരുപാട് പേര് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. തീർച്ചയായും അവരുടെ റിസൾട്ടിലേക്ക് എത്തും. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.